കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. ഇവിടെ ആശാവഹമായ കാര്യം എന്താണ്? ആദാമിൽ നിന്ന് ജനിക്കുന്ന എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഒരു വെളിച്ചം വെച്ചിട്ടുണ്ട്. ആ വെളിച്ചം ഇരുട്ടായി പോയാൽ ഇരുട്ട് ഭയങ്കര ഇരുട്ടായിരിക്കും. അവിടെയാണ് ആത്മഹത്യകളും കൊലപാതകങ്ങളും നാശങ്ങളും തകർച്ചകളും കടുത്ത നിരാശകളും കാരാഗ്രഹങ്ങളും ഉണ്ടാകുന്നത്. എന്തു ചെയ്യണം? ഇതൊന്ന് തിരിച്ചറിയണം. കണ്ണ് ചൊവ്വുള്ളതാകും. അപ്പോൾ കണ്ണ് ചൊവ്വുള്ളതാകുക, കേടുള്ളതാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത മത്തായി 5:28 മോഹിക്കേണ്ടതിനിങ്ങനെ നോക്കിയാൽ വ്യഭിചാരം ചെയ്തു, നിന്റെ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്ത് കളയുക. ആ അർത്ഥത്തിലാണോ? ആ അർത്ഥമാണ് ഇവിടെ പറയുന്നത്. അല്ല. കാരണം അവിടെ പറയുന്ന അർത്ഥം അക്ഷരികമായ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുത്തൻ്റെ കണ്ണ് മുഴുവൻ ചൂന്നെടുത്ത് കളഞ്ഞാലും കൈ രണ്ടും വെട്ടിക്കളഞ്ഞാലും അവൻ്റെ ഉള്ളിൽ പാവം അതുപോലെ തന്നെ നിൽക്കും. അത് വേറൊരർത്ഥമാണ്. അപ്പോൾ ഇവിടെ പറയുന്ന കണ്ണ് കേടുള്ളതാകുക, നല്ലതാകുക എന്ന് പറഞ്ഞാൽ നോട്ടം, കാഴ്ചപ്പാട്. നിൻ്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ നിൻ്റെ ശരീരം രോഗമില്ലാതിരിക്കും, സുഖമായിട്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ നീ എങ്ങനെ കാണുന്നു? വിദ്യാഭ്യാസമുള്ളവരെ കാണുമ്പോൾ വെറും 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത നീ കാര്യത്തെ എങ്ങനെ കാണുന്നു? ധനവാന്മാരെ കാണുമ്പോൾ, വലിയ കാറിലും ജീപ്പിലുമൊക്കെ വരുന്നവരെ കാണുമ്പോൾ, സൈക്കിൾ ചവിട്ടി പോകുന്ന നീ ഈ കാര്യത്തെ എങ്ങനെ കാണുന്നു? മറ്റുള്ളവരുടെ മക്കളൊക്കെ അങ്ങ് ലണ്ടനിൽ പോയി, എൻ്റെ മകൻ നാട്ടിൽ ജോലി ചെയ്യുകയാണ്, നീ ഉദ്ദേശിച്ച പോലെ അവൻ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉയർന്നില്ല. ഈ വിഷയത്തെ നീ എങ്ങനെ കാണുന്നു? ഹല്ലേലൂയ. നിൻ്റെ നോട്ടം, നിൻ്റെ കാഴ്ചപ്പാട് നിൻ്റെ ജീവിതത്തെ മാറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിൻ്റെ അകത്തൊരു വെളിച്ചം ദൈവം തന്നിട്ടുണ്ട്. ആ വെളിച്ചം കെട്ടുപോകരുതെന്ന് മാത്രമല്ല, ആ വെളിച്ചം വർദ്ധിക്കണം. വർദ്ധിച്ചാൽ കാര്യങ്ങളെ നീ വേറൊരു രീതിയിൽ കാണും. അവിടെ പറയുന്നത് ജോബിൻ്റെ പുസ്തകം 11 പറയുന്നു, പൊണ്ണനായവനും ബുദ്ധി പ്രാപിക്കും, കാട്ടുകഴുതക്കുട്ടി മനുഷ്യനായി ജനിക്കും. എപ്പോ? നീ നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി ദൈവത്തിങ്കിലേക്ക് കൈമലർത്തുമ്പോൾ. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള ഒരു വെളിച്ചം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. അതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചത്. വീണുപോയ മനുഷ്യനായ ആദാമിൻ്റെ 3ാം തലമുറ ഏനോശിൻ്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയില്ലേ? അപ്പോൾ വീണുപോയ മനുഷ്യൻ്റെ അകത്തൊരു വെളിച്ചമുണ്ട്. അത് ദൈവത്തിങ്കിലേക്ക് കൈമലർത്തുന്നതാണ്. അങ്ങനെ കൈമലർത്തിയാൽ, നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റിയാൽ, നിന്റെ കൂടാരത്തിലെ നീതികേട് നീക്കിയാൽ നീ മുഖമുയർത്തും, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല, നിന്റെ കഷ്ടത മറക്കും, നിന്റെ ആയുസ് മധ്യാഹ്നത്തേക്കാൾ പ്രകാശിക്കും. ഇരുൾ, ശ്രദ്ധിച്ചോ, ഇരുൾ പ്രഭാതം പോലെയാകും. പലരും ഇത്രനാൾ മറ്റുള്ളവരുടെ ഫേവർ നീ അന്വേഷിച്ച് നടന്നു. എന്നാൽ പലരും നിന്റെ മമത അന്വേഷിക്കും. ദുഷ്ടന്മാരുടെ കണ്ണ് മങ്ങിപ്പോകും. ഹല്ലേലൂയ. ഇതാരാ പറഞ്ഞത്? വിശ്വസിക്കാവുന്ന ഒരാളാ പറഞ്ഞത്. ദൈവപുത്രൻ നമുക്ക് വേണ്ടി മനുഷ്യനായി വന്ന ദൈവം പറഞ്ഞ വചനമാണ് ഇത്. നമുക്ക് വിശ്വസിക്കാം. ഇതൊരു മനുഷ്യൻ്റെ വചനമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ കാഴ്ചപ്പാട് മാറിയാൽ നിന്റെ ജീവിതം മാറും. നീ നേരത്തെ ഭാരപ്പെട്ട വിഷയങ്ങളില്ലേ, നിന്റെ കുടുംബത്തെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച്, നിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്. ആ സ്ഥിതി മാറും നിന്റെ കാഴ്ചപ്പാട് മാറിയാൽ, നിന്നിലുള്ള വെളിച്ചത്താൽ. ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് തുണ നിൽക്കട്ടെ, നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, ജയാളിയാക്കട്ടെ. ആമേൻ.